ഒരു കാലത്ത് കല്ലെറിഞ്ഞോടിച്ചവർക്ക് ഇന്നിവൻ നായകനാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് നേരിൽ കാണാൻ കഴിയുന്നു. ഈ നാട്ടിലെ പ്രശ്നക്കാരൻ വടക്കനാട് കൊമ്പന്റെ ദൗത്യം ഇപ്പോൾ പുതിയതാണ്. 4 വർഷം മുമ്പ് പടക്കമെറിഞ്ഞും ഒച്ചവെച്ചും പിറകെ ഓടിയവർ ഇപ്പോൾ പ്രതീക്ഷയോടെ പിറകെ വരുന്നു. ആക്രമണകാരിയായിരുന്ന വടക്കനാട് കൊമ്പൻ ഇപ്പോൾ വിക്രമാണ്, മുത്തങ്ങ എലഫന്റ് സ്ക്വാഡിലെ പ്രധാനി, മനുഷ്യമൃഗ സംഘർഷങ്ങളിൽ വനം വകുപ്പിന്റെ മുന്നണി പോരാളി. ഇപ്പോൾ ബാഗേരിയിലെത്തിയത് നരഭോജി കടുവയെ പിടികൂടാൻ. ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയിപ്പിച്ചവൻ. ബാഗേരിയിലെ ദൗത്യം ഒരു മധുര പ്രതികാരം കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ വനം വകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചും കൂട്ടമായി കല്ലെറിഞ്ഞുമൊക്കെ ഓടിച്ച ആനയാണ് ഇവൻ. അന്ന് കാർഷിക വിളകൾ നശിപ്പിച്ചും ചക്കയൊക്കെ തിന്നും നടന്നിരുന്ന ഇവനെ വനം വകുപ്പ് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിച്ചു. മെരുക്കി കൂങ്കി ആനയാക്കി. ബാഗേരി എന്ന സ്ഥലത്തു നിന്നും ദേശീയപാത മുറിച്ചു കടന്നാൽ പിന്നെ വടക്കനാടെന്ന സ്ഥലമാണ്. അവിടെയായിരുന്നു ഇവൻ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വടക്കനാട് കൊമ്പൻ എന്നായിരുന്നു ഇവൻ അറിയപ്പെട്ടിരുന്നത്. മെരുക്കിയതിനു ശേഷം വിക്രം എന്ന് പേരിട്ടു വനം വകുപ്പ്. വനം വകുപ്പിന്റെ പ്രധാന ദൗത്യങ്ങളായിരുന്ന മിഷൻ അരിക്കൊമ്പൻ, അതുപോലെ മിഷൻ PM2 ഇവയ്ക്കെല്ലാം വിക്രമായിരുന്നു മുൻപന്തിയിൽ. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ ഓടിച്ച കൊമ്പനാണ് ഇന്നവരെ സഹായിക്കാൻ വേണ്ടി തിരികെ തലയെടുപ്പോടെ എത്തിയിരിക്കുന്നത്. വിക്രമിനെ പോലെ തന്നെ മറ്റൊരു നാടിനെ ഭയപ്പെടുത്തിയിരുന്ന കല്ലൂർ കൊമ്പൻ എന്ന ഭരതാണ് നരഭോജിയെ പിടികൂടാൻ വിക്രമിന്റെ കൂടെ എത്തിയ മറ്റൊരു കൊമ്പൻ.